ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു പൊട്ടാറ്റോ ബജിയാണ് കേട്ടോ. ഇത് സാധാരണ നിങ്ങൾ ബജി ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അളവ് നിർബന്ധമൊന്നുമില്ല, ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അരിപ്പൊടി എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരീൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയ സവാള, അതുപോലെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം കേട്ടോ, ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടില്ല. ഇനി നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായി പോവും ചെയ്യരുത്. നമുക്ക് സാധാരണ മുക്കിയെടുക്കാനൊക്കെ ഉള്ള പാകത്തിനായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ കലക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബജി നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. സോഡാപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം, വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കനത്തിൽ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാനിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ, എന്നാൽ ഒരു പാകത്തിന് ഒരു പകുതി വേവാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും ഭാഗം വേവാണ്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെന്ത് ഉടയൊന്നും ചെയ്യരുത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചയായിട്ട് ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പച്ചയായിട്ട് കടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിൽ ഉപ്പും ഉണ്ടാവും, എന്നാൽ ഉരുളക്കിഴങ്ങ് പച്ചയായിട്ട് കിടക്കൂല കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പീസ് ഉരുളക്കിഴങ്ങ് ഇതിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കിയെടുക്കാം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൊങ്ങി കിട്ടും. മാവ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, മാവ് കലക്കി വെക്കുക. അപ്പോൾ ഈ മാവ് കലക്കി വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ട ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ മാവ് അങ്ങോട്ട് കലക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കാരണം തന്നെ നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവുക കേട്ടോ. ഉള്ളിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പകുതി വേവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വെന്തോളും. അപ്പോൾ 2 ഭാഗവും നല്ല പോലെ ആയതിനു ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉരുളക്കിഴങ്ങും കടലമാവൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.